നമസ്കാരം. പ്രകാശ് ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കറിവേപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇവിടെ ഞങ്ങളുടെ ആവശ്യമുള്ള എല്ലാ പ്രൊഡക്ട്സിനും വേണ്ട കറിവേപ്പ് ഇവിടെ നട്ട് വളർത്തുകയാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ കറിവേപ്പിൻ്റെ ഇല ഇപ്പം ഞാൻ 4 വർഷത്തിലും മേലെയായി നമ്മളുടെ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ യൂണിറ്റ് തുടങ്ങിയിട്ട്. പക്ഷേ ഒരു പ്രാവശ്യം പോലും ഞാൻ പുറത്തുനിന്ന് കറിവേപ്പില മേടിച്ചിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് നമ്മളുടെ ഓരോ പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോഴേക്കും അതിലേക്ക് വേണ്ട ആവശ്യങ്ങളുള്ള സാധനങ്ങൾ റെഡിയാക്കുമ്പോൾ ആദ്യം ഞാൻ വീടുകളിൽ നിന്ന് ശേഖരിച്ചു. കാരണം ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് തുടക്കത്തിൽ തന്നെ പെട്ടെന്ന് ചെറിയ തൈകളൊക്കെ ആവുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വീടുകളിൽ നിന്ന് ശേഖരിക്കുമായിരുന്നു. ഒരിക്കൽ പോലും ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ടില്ല. ഒന്നാമത് എന്താ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, കോയമ്പത്തൂർ ടു ബാംഗ്ലൂർ പോണേ. അതിൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട്, അതിൽ പിന്നെ കറിവേപ്പില ബാംഗ്ലൂർ പോകും കോയമ്പത്തൂരിന്. ആ കറിവേപ്പില നമ്മളവിടെ പിന്നെ കയറ്റി കഴിയുമ്പോൾ ആ ഒരു മന്ദത, അതായത് ഒരു മയക്കം പോലെ വരുന്ന ഒരവസ്ഥ വരെ ഉണ്ടാവുമായിരുന്നു എന്നുള്ളത്. അത്രയും കീടനാശിനിയാണ് അതിൽ ചെല്ലണത്. അപ്പോൾ അന്ന് മനസ്സിൽ വിചാരിച്ചത് ഒരിക്കലും അങ്ങനത്തെ മേടിച്ച് ഉപയോഗിക്കരുത്. ഞാനിപ്പോൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഭക്ഷണം കൊടുക്കരുതെന്ന് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം വെച്ചിട്ട് ഞാൻ 250ഓളം കറിവേപ്പിൻ്റെ ഇല കറിവേപ്പിൻ തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഇന്നിപ്പോൾ കാണിക്കാൻ പോണത്. ഇവിടെ ഞാൻ 250 തൈ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെറിയ തൈകൾ ഞാൻ KVK അവനൂരിൽ നിന്നൊക്കെയാണ് മേടിച്ചിട്ട് വെച്ചിട്ടുള്ളത്. അതിനെ ആദ്യം ഞങ്ങളുടെ മണ്ണിൻ്റെ പ്രത്യേകം പറയാം. വെള്ളമുള്ള സമയത്ത് വെള്ളം ഒഴിച്ചാൽ കാണില്ല. മഴക്കാലത്താണെങ്കിൽ വെള്ളം ഒന്ന് കൈകൊണ്ട് മണ്ണ് മാന്തിയാൽ തന്നെ വെള്ളം വരുന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ വേഗം ചീച്ചിൽ വരും. അതേപോലെ വേനൽക്കാലത്താണെങ്കിൽ വേഗം വാട്ടം വരും. അപ്പോൾ അത് വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്നത്, ഇത് വെക്കുന്ന സമയത്ത് തന്നെ ചാണപ്പൊടി വെള്ളമൊക്കെ ഇട്ടിട്ട് വെക്കും. വേനൽക്കാലത്ത് നമ്മൾ അതിന് തടം കൂട്ടി നന്നായിട്ട് വെള്ളം നിർത്തുന്ന രീതിയിൽ ചെയ്യും. വളങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട്. മഴക്കാലമാകുമ്പോൾ ഇത് കൂട്ടി വെച്ചിട്ട് മണ്ണ് കൂട്ടി വെച്ച് ഉയർത്തി വെച്ചിട്ട് ചകിരിയും വെച്ച് ഉയർത്തി വെച്ചതിൻ്റെ അതിൻ്റെ ശേഷമാണ് എനിക്ക് കരിവേപ്പ് നന്നാവാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെയുള്ള ഇന്ന് നമ്മൾ കറിവേപ്പില പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ കറിവേപ്പിൻ്റെ സ്ഥലമാണ് ഇത് മുഴുവൻ, അപ്പുറത്തേക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കറിവേപ്പിൻ്റെ ഇല നമ്മൾ എപ്പോഴും കറിവേപ്പ് വേഗം കട്ട് ചെയ്തെടുക്കണം. എന്നാലേ പിന്നെ പുതിയ ബ്രാഞ്ചുകൾ വന്ന് നല്ല ഇതായിട്ട് വരും. ഇത് എന്തൊക്കെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ തേങ്ങ വറുത്ത മസാലയിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അച്ചാറുകൾക്ക്, ഇത് സമ്മന്തി പൊടികൾക്ക്, പിന്നെ അതേപോലെ ഹെയർ ഓയിലിലേക്ക്. അല്ലാതെ കുറേ ആൾക്കാർ നമ്മളുടെ ഗൾഫിലേക്ക് പോകുമ്പോൾ കറിവേപ്പില പൊടിച്ചതൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അവർക്ക് ഉണക്കി പൊടിച്ചിട്ട് ഉള്ള പാക്കറ്റ് ആക്കിയിട്ട് കൊടുക്കാറുണ്ട്. അതേപോലെ അങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്കും, മറ്റുള്ള ആവശ്യങ്ങൾക്കും എല്ലാ ചമ്മന്തിപ്പൊടി, സാമ്പാർ പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ അതുപോലെ എല്ലാറ്റിലേക്കും നമ്മൾ ഇവിടെ നിന്നുള്ള കറിവേപ്പിലയാണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ ആദ്യം തൈ വെച്ച സമയത്ത് നമുക്ക് ഒരുപാട് തൈകൾ ഇപ്പോൾ ഇവിടെ നിറച്ച തൈകളായിട്ടുണ്ട്. തൈകളായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ ഇത് വെക്കുന്ന സമയത്ത് എങ്ങനെ നമ്മളത് കട്ട് ചെയ്തിട്ട് പിന്നെ അതിനെ ഉണക്കി പൊടിക്കുന്നതും ആ രീതിയൊക്കെ ഇന്ന് നമുക്ക് കാണാം. അതല്ലാതെ നമ്മൾ ഓരോ സമയത്തും നമ്മളുടെ ആവശ്യ സമയത്ത് ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത്, ഇപ്പോൾ തേങ്ങ വറുക്കണ ഇതാണെന്നുണ്ടെങ്കിൽ ആ തേങ്ങ വറുക്കുന്ന സമയത്ത് ഇവിടുന്ന് കറിവേപ്പില പൊട്ടിക്കുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഇരുന്നാൽ പോലും ഈ വാട്ടത്തിൻ്റെ വാസന വാടും, ഇലയ്ക്ക് ഒരു വാട്ടം വരും. ആ ഇലയുടെ വാസനേൻ്റെ തന്നെ നമുക്ക് വ്യത്യാസം വരും, രുചിയിൽ വ്യത്യാസം വരും. അപ്പം ഞങ്ങൾ ആ തേങ്ങ വറുക്കുന്ന സമയത്ത് മാത്രമേ ആ കറിവേപ്പില കട്ട് ചെയ്ത് എടുക്കുള്ളൂ. അത് കഴുകി വൃത്തിയാക്കിയിട്ട് ആ സമയത്തേ ചേർക്കുള്ളൂ. അല്ലാതെ കുറേ മുൻകൂട്ടി തന്നെ നമ്മൾ പൊട്ടിച്ച് വെച്ച് അങ്ങനെ ചെയ്യില്ല. കാരണം അപ്പം തന്നെ അറിയാം കറിവേപ്പിൻ്റെ ഇലയുടെ വാസന തന്നെ നമുക്ക് വ്യത്യാസം വരും. അതൊക്കെ കാരണമാവാം നമ്മളെ ഷെൽഫ് ലൈഫ് നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന കാരണം കൊണ്ടായിരിക്കാം അത് നമ്മളെ പ്രൊഡക്ട്സിന് ഷെൽഫ് ലൈഫ് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടെ ഇത് കട്ട് ചെയ്തിട്ട് പുതിയ വളം കൊടുക്കും, തടം കൊടുത്ത് പുതിയ വളം കൊടുക്കുന്ന അതൊക്കെ നമുക്കിപ്പോൾ കാണാം. ഇന്നിപ്പോൾ ഇവിടെ ഈ വർക്കിന് ജയൻ സൂപ്പർവൈസറാണ്. ചാന്ദിനി ഇപ്പം ഇതിന് ചെയ്യും. മറ്റുള്ളവരൊക്കെ ഓരോ ഭാഗത്ത് ഓരോ വർക്കിലാണ്. അപ്പോൾ ചാന്ദിനി ഇന്ന് എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് കാണിക്കാം. ചാന്ദിനി ഇവിടെ വന്നിട്ട് 6 മാസമായി. ചാന്ദിനിയാണ് ഇന്ന് നമ്മളുടെ വർക്ക് ഇവിടെ
ചെയ്യണത് കാണാം. ഇതിപ്പോൾ നമ്മൾ ചെയ്തത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞല്ലോ മഴക്കാലത്ത് ചെയ്ത കാര്യമാണ് ഇത്, വെള്ളം കെട്ടിക്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മണ്ണ് കൂട്ടി വെച്ച് ചകിരി ചുറ്റും വെച്ച് കൊടുത്തിരിക്കുകയായിരുന്നു ആ മണ്ണിനെ താഴത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതെടുത്ത് മാറ്റിയിട്ട് ഇപ്പം ചാന്ദിനി ചെയ്യണത് നിങ്ങൾക്ക് കാണാം. ചാന്ദിനി ഇപ്പം ചെയ്യും, അപ്പോൾ കാണാം. സ്ലറി വരുന്നതാണ്. ഞങ്ങൾ ഈ ടാങ്കിലാണ് ഇത് ശേഖരിക്കുന്നത്. വൈകുന്നേരം നേരത്തെ ഞങ്ങൾ ഇതിൽ ശർക്കര, ഉപ്പ്, ഈസ്റ്റ്, പുളി എല്ലാം കൂടി ഇട്ട് വെക്കും. പിറ്റേ ദിവസം അതെടുത്തിട്ട് ഒന്ന് പുളിച്ചിട്ടുണ്ടാവും. ആ പുളിച്ചതിനെ എടുത്തിട്ട് ഞങ്ങള് നേർപ്പിച്ചതിന്റെ ശേഷം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ പിന്നെ ചാന്ദിനി ഇത് ചെയ്യണത് നിങ്ങൾക്ക് കാണാം. ജയൻ ഈ ഇലകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുക്കുമ്പോൾ പുതിയ തൂമ്പുകളൊക്കെ വരും. അപ്പം നല്ലതായിരിക്കും. പെട്ടെന്ന് നമ്മളിത് കട്ട് ചെയ്ത് വരുമ്പോഴേ ഇതിൻ്റെ ഇലകൾ കൂടുതൽ, അല്ലെങ്കിൽ വലിയ വളർച്ച എത്തി പോകുക എന്നല്ലാതെ വളരെ നന്നായിട്ട് ഇലകൾ ഉണ്ടാവില്ല. അപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ആ കട്ട് ചെയ്തെടുക്കുന്ന ഇലകൾ തന്നെയാണ് നമ്മൾ കഴുകി നല്ല ഉണക്കി പൊടിച്ച് വെക്കും. അല്ലാത്ത സമയത്ത് നമ്മൾ അപ്പത്തെ സമയത്ത് തന്നെ പൊട്ടിച്ചിട്ട് മറ്റുള്ള കുറേ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് തേങ്ങ വറുത്ത മസാലയിലേക്ക്, അച്ചാറുകൾക്കൊക്കെ അപ്പോൾ പൊട്ടിച്ചെടുക്കും. എപ്പോൾ പൊട്ടിക്കാനുള്ള സമയം അയക്കണമെന്ന് കണ്ടാൽ അപ്പോൾ കട്ട് ചെയ്തെടുക്കും. ഇപ്പോൾ ഈ വളം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇനി പുതിയ തൂമ്പ് വരണം എന്നുണ്ടെങ്കിൽ, നല്ല തൂമ്പ് വരണം എന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ ആ കട്ട് ചെയ്തെടുത്ത് ഈ സാധനങ്ങൾ, ഈ ഇലകളെ കഴുകി ഉണക്കി പൊടിച്ച് വെക്കുകയാണ്. നമ്മളത് പച്ചില താളിയിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പൊടിച്ച് വെച്ച് അത് നമ്മൾ പച്ചില താളിയിലേക്കും എടുക്കും. ഈ ഇലകൾ ഞങ്ങൾ എല്ലാം കഴുകി ഡ്രയറിലിട്ട് പൊടിക്കും. ഇത് ഞങ്ങൾ ഗൾഫിലേക്ക് ഇത് പോണ ആൾക്കാർ കൊണ്ടുപോകാൻ ഞങ്ങളുടെ അടുത്തുനിന്ന് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങൾ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിൽ കൂടെ കസ്റ്റമേഴ്സ് കൊണ്ടുപോകാറുണ്ട്. അയൽവാസികൾ വന്ന് മേടിച്ച് കൊണ്ടുപോകാറുണ്ട്. അല്ലാതെ ആവശ്യം പറഞ്ഞാൽ തന്നെ നമ്മൾ അയച്ചു കൊടുക്കുക വരെ ചെയ്യാറുണ്ട്. പിന്നെ ഓരോ ആവശ്യത്തിലേക്കും, അതായത് തേങ്ങ വറുത്ത മസാലയിലേക്ക്, അച്ചാറുകൾക്ക്, ഹെയർ ഓയിലിലേക്ക്, പിന്നെ ഇലത്താളിയിലേക്ക്, പിന്നെ അച്ചാറുകൾ എല്ലാം ഞാൻ ഇവിടെ എന്ത് പ്രൊഡക്ട്സിലേക്ക് ആവശ്യമുണ്ടോ അതിലേക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആവശ്യക്കാർ നമ്മൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് അയച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ സാധനങ്ങളും അയച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പോലെ കറിവേപ്പിലേൻ്റെ പൊടി ഗൾഫിലേക്കൊക്കെ പോണ ആൾക്കാർ പൊടി കൊണ്ടുപോകുമ്പോൾ അതിൽ ആ കറിവേപ്പിൻ്റെ ടേസ്റ്റ് വരാനും ഒക്കെ അത് നല്ലതാണ്. അപ്പോൾ അത് കൊണ്ടുപോകും. ഏറ്റവും വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനമാണ്. അത്രയും കൃത്യമായിട്ട് ഞങ്ങൾ യാതൊരു വിഷാംശങ്ങളും പെടാത്ത രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു വരുന്ന സാധനങ്ങളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.